ഈ ശബ്ദത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിലെ സംസ്കാരം തന്നെ രൂപപ്പെട്ടത്. ശബ്ദത്തെ കേന്ദ്രീകരിച്ചു. ഹിന്ദുമതത്തിൻ്റെ പേരിലായിട്ട് ഓംകാരത്തെ ഉപയോഗിക്കുന്നവരുണ്ട്. സത്യത്തിൽ ഹിന്ദുമതം ഉണ്ടാകുന്നതിന് മുമ്പ് ഓം എന്ന ശബ്ദം ഇവിടെ ആളുകൾ ഉച്ചരിക്കാനും അതിനെ വ്യാഖ്യാനിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതിന് ഓം എന്ന ശബ്ദമുണ്ടായിട്ട് ഏറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഹിന്ദു എന്ന വാക്ക് തന്നെ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ബ്രാക്കറ്റിനുള്ളിലേക്ക് ഒതുക്കിയിട്ട് ആ മതത്തിൽപ്പെട്ടവരോ അല്ലാത്തവരോ കാണരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാദം ശൂന്യതയിൽ ആദ്യം അമൃതം വർഷിച്ച നാളിൽ എന്ന വയലാറിൻ്റെ സർഗസംഗീതത്തിലെ വരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ശൂന്യതയിൽ നാദമാണ്. നാദത്തെക്കുറിച്ച് ബൈബിളിലും പറയുന്നുണ്ടല്ലോ. വയലാർ രാമവർമ്മ എഴുതുകയും അദ്ദേഹം തന്നെ അഭിനയിക്കുകയും ചെയ്തൊരു പാട്ടുണ്ട്. പലരും കണ്ടിട്ടുണ്ടാവും. വയലാർ രാമവർമ്മ എഴുതി അഭിനയിച്ചൊരു പാട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായി എന്ന പാട്ട് വയലാർ തന്നെ അഭിനയിച്ചതാണ്. ഇത് ബൈബിളാണ്. നാദമാണ് ആദ്യമുണ്ടായത് എന്നാണ്. നാദം ശൂന്യതയിലാണ്, ശൂന്യതയിൽ നിന്നാണ്. ഭാരത സംസ്കാരം ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അംകാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണ എന്ന് ഹരിനാമകീർത്തനത്തിലും പറയുന്നു. ഈ ഓംകാരത്തെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. ഞാൻ വേദങ്ങളും ഉപനിഷത്തുകളും എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ വന്നു. അതിൽ എൻ്റെ ചില ചിന്തകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചിന്മയ കോളേജിലാണ് പരിപാടി നടത്തിയത്. അവിടെ ഞാൻ നോക്കുമ്പോൾ എല്ലാം വലിയ ഇതിനെപ്പറ്റിയൊക്കെ പാരംഗതരായിരിക്കുന്ന മനുഷ്യരാണ്. അവരുടെ മുന്നിൽ എങ്ങനെയാണ് ഞാനിത് പറയുക? അപ്പം ഞാൻ ഓംകാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നവരൊന്ന് കൈവക്കാൻ പറഞ്ഞു. ആരും ഒന്നും അനങ്ങുന്നില്ല. അപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഓംകാരത്തിൻ്റെ അർത്ഥം? അപ്പോൾ അവൻ പറഞ്ഞത്, ദൈവത്തെ ഡൗൺലോഡാക്കുന്ന പാസ്വേഡാണ് ഓം. അതാണ് പുതിയ തലമുറ മനസ്സിലാക്കി വെച്ച്. ഓം നമശിവായ എന്ന് പറഞ്ഞാൽ ശിവൻ ഡൗൺലോഡായി, ഓം നാരായണായ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഡൗൺലോഡായി എന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നാദമാണ്. എപ്പോഴാണ് ഈ നാദവും ഒച്ചയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായത്? ആ ഒച്ചയിൽ നിന്ന് നാദത്തിലേക്കുള്ള മാറ്റമാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തി.